ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചിക്കൻ കട്ട്ലേറ്റാണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പം എങ്ങനെയാണ് ചെയ്തതെന്ന് ഓരോന്നും പറയാം. ഇപ്പം ചിക്കൻ എടുത്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാദ്യം ചെയ്തത് എല്ലുള്ള ചിക്കൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തത്. അത് കുക്കറിനകത്തിട്ട് ശകലം കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് 2 വിസിൽ കഴിഞ്ഞതിന് ശേഷം ചൂടാറിയതിന് ശേഷം എടുത്ത് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. അതിനോടൊപ്പം തന്നെ 3 മീഡിയം ടൈപ്പ് ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങി എടുത്ത് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം മീഡിയം സൈസിലെ ഒരു ഇഞ്ചി, അതുപോലെ 6 കഷ്ണം വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മളിതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല, അതിന് പകരം പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് എരിവിനായിട്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് എല്ലാം എടുത്ത് റെഡിയാക്കി നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇനിയും പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പം ചൂടായതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ സവോള വഴറ്റിയതിന് ശേഷം ചേർത്താൽ മതിയാവും. ഇതിപ്പം ഞാനിത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് ആദ്യം അതിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്തു. അതൊന്നും ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രം നമുക്ക് സവോള ചേർത്താൽ മതിയാകും. പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുള്ളവർ സവോള ആദ്യം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങ് ചേർത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്തത്. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളർ ആയപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള ഇതിനകത്തോട്ട് ചേർത്തു. അതപ്പം ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ആ വഴറ്റുന്ന കൂട്ടത്തിൽ ശകലം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. വേഗം അങ്ങ് വഴണ്ടോളും. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം വേഗം അങ്ങ് വഴണ്ട് കിട്ടിക്കോളും. അപ്പം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്തത്. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. അത് ഒന്ന് പച്ചമണം മാറിയപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് പെരിഞ്ജീരകമാണ് ചേർത്തിരിക്കുന്നത്. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടെ ചേർത്തു. അപ്പം അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പച്ചമുളക് എരിവിനായിട്ട് 4 എണ്ണം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം അതിന് ശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനായിട്ടൊന്ന് അതിൻ്റെ കൂടെ ഇട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ വെള്ളമൊന്നും ഇനി ഒഴിക്കേണ്ട കാര്യമില്ല. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തതാണ്. അപ്പോൾ അതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ഇതൊന്ന് കുഴച്ച് നമുക്ക് എടുക്കണം. ചൂട് പോയതിന് ശേഷം കൈകൊണ്ട് ഇപ്പം ഞാൻ തവി കൊണ്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ആ ചൂടോട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചൂട് പോയതിന് ശേഷം നമ്മളിപ്പം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാതിരി തന്നെ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് ബ്രെഡിൻ്റെ പൊടിയാണ്. അപ്പം ബ്രെഡിൻ്റെ സൈഡിലത്തെ ഒന്നും കട്ട് ചെയ്യേണ്ട, അല്ലാതെ തന്നെ ഞാൻ പൊടിച്ചെടുത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ 2 മുട്ട നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മുട്ട മതിയാകും ഇത്രയത്തിന്. അപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി കട്ട്ലേറ്റ് രീതിയിൽ തന്നെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിപ്പം ഞാനിപ്പം ഉരുളയാക്കിയിട്ട് നമുക്കിപ്പം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കട്ട്ലേറ്റ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ആ ഷേപ്പിലാണിപ്പം ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് പതുക്കി വെച്ചാൽ മതി. കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ ഷേപ്പിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം അത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന മുട്ടയ്ക്കകത്തോട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ബ്രെഡിൻ്റെ പൊടിയിലോട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ മുട്ടയ്ക്കകത്തിട്ട കൈകൾ തന്നെ ആദ്യം ഇട്ടാൽ അതെല്ലാം കൂടെ പൊടികളെല്ലാം കൂടെ കട്ടി പിടിക്കും. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ആ പൊടിയിൽ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും മുക്കിയെടുത്ത് ബ്രെഡിൻ്റെ പൊടിയിലും കൂടെ മുക്കി നമുക്ക് റെഡിയാക്കി നമുക്ക് വയ്ക്കാം. അപ്പം ഞാനെല്ലാം അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അതിനുശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റിൻ്റേത് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാം കൂടെ ഒന്നും ഇടേണ്ട, ഒരു 4 5 ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾ ഒരു സൈഡ് മൂക്കുന്നതിന് മുമ്പ് ഇളക്കാനോ ഒന്നും പോവല്ല, ചിലപ്പം പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സൈഡ് നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ അത് തിരിച്ചിടാനായിട്ട് പോകാവൂ. അപ്പം നമുക്ക് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒരു സൈഡ്. അപ്പോൾ നമുക്കത് കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം പതിയെ തിരിച്ചിടുക. അപ്പം ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ടത് മുരിഞ്ഞ് വന്നിട്ടുണ്ട് 2 സൈഡും. അപ്പം ഈ ഒരു പരുവമാകുമ്പോഴാണ് നമ്മളത് എടുക്കേണ്ടത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ പൊരിച്ചെടുക്കണം. അപ്പം എല്ലാവർക്കും ഇങ്ങനെ വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് കടയിൽ നിന്നും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കനൊക്കെ ഇപ്പം നമുക്ക് എങ്ങനെ അവരുപയോഗിക്കുന്നതാണെന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പം ഇങ്ങനെ കുട്ടികൾക്കൊക്കെ വീട്ടിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു പ്രയാസവുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. സാധാരണ ഉരുളക്കിഴങ്ങും സവോളയും പിന്നെ ഈ ഐറ്റംസൊക്കെ. പിന്നെ നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കാനുള്ളത് ചിക്കൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. കുഞ്ഞുങ്ങൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടി വളരെ ടേസ്റ്റി ആയിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. അത് നമുക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്നതും ഇതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ അതും ഇതുപോലെ തിരിച്ചിട്ട് നമുക്ക് 2 സൈഡും ഒപ്പിച്ചതിന് ശേഷം നമുക്ക് എല്ലാം ഇതുപോലെ ബാക്കിയുള്ള ഇനി ഒരു കൂട്ടം കൂടെ ഇടാനുണ്ട്. അപ്പം എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായവർ ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അതുപോലെ മനോഹരമാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.